സ്വാലികത്തായ ഒരു ഭാര്യയുണ്ടോ പടച്ചവനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോട് എന്തേക്കാ താമസിച്ചതെന്ത് എന്ന് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ വാതിലിൽ കാത്തു നിന്നിട്ട് അവിടെ വീടിനകത്തേക്ക് വിളിച്ചു കയറ്റി തന്റെ ചുമലിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവിന്റെ നെറ്റിത്തടം ഉയർത്തിരിക്കുകയാ. ആ ഭാര്യന്റെ ചോളിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഭർത്താവിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പം തുടച്ചു കൊടുത്തിട്ട് വായിക്കായിരിക്കുന്ന പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്ന ഭാര്യയുണ്ടല്ലോ. എന്നല്ലാതെ അവള് വേറെ ഒന്നും വിളിക്കാറില്ല. ഭർത്താവിനെ ബഹുമാനിക്കുകയാ, ഭർത്താവിനെ ആദരിക്കുകയാ. ഭർത്താവ് പറയുന്നതിനപ്പുറമില്ല. ആരെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയുണ്ടല്ലോ. എനിക്ക് മൊബൈല് വേണ്ട, വാട്സപ്പ് വേണ്ട, യൂട്യൂബ് വേണ്ട, ടിവി വേണ്ട, സീരിയല് വേണ്ട. എപ്പോ നോക്കിയാലും അല്ലാഹുവിന്റെ ഖുർആനും ദിക്റുകളുമായി കഴിയുന്ന ഒരു സ്വാലിഹത്തായ ഭാര്യ ലഭിച്ച വല്ലാത്ത ഭാഗ്യവാനാ ചെറുപ്പക്കാരാ. തങ്ങളുടെ കല്യാണം നടന്നു പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നിബിതങ്ങളുടെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അവിടെ നിന്ന് പുതുമണവാട്ടി ഇറങ്ങി പോവുകയാ. എവിടേക്കാ പോകുന്നതെന്നറിയോ? തങ്ങള് കുടുംബ വീട്ടിലാണ്. ഉമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, എല്ലാവരും താമസിക്കുന്ന ഒരു ചെറിയ വീടാണ്. ആ വീടിന്റെ ഒരു സൈഡില് ഈന്തപ്പന ഓലകൾ കൊണ്ടൊരു ചെറിയ റൂം ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ റൂം ഉണ്ടാക്കുകയാണ്. ഈ റൂമിനകത്തേക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ വീട്ടിലേക്കാണ് കടന്നു പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ റൂമിനകത്ത് അരിയാരിതങ്ങളും ഫാത്തിമയും എന്ന് പറയുന്ന പുതുമണവാട്ടിയും കടന്നു പോവുകയാണ്. പടച്ചവനെ, മണിയറയ്ക്കകത്ത് കയറി വാതിലടയ്ക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ്. ആദിരാത്രി തുടങ്ങുകയാണ്. ഒരാണിന്റെയും പെണ്ണിന്റെയും ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും പൂവടിയുന്ന രാത്രിയാ. അരിയാരിതങ്ങൾക്ക് വലിയ സന്തോഷമായി. പടച്ചവനെ, രണ്ടുപേരും മണിയറയ്ക്കകത്താണ്. മണിയറയുടെ വാതിലടച്ചു. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. അരിയാരിതങ്ങള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം ഫാത്തിമയെ ലഭിച്ചല്ലോ, താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ ഞാനാണല്ലോ. അരിയാരിതങ്ങള് ബെഡ്റൂമിന്റെ അകത്ത് നിൽക്കുമ്പോ ഒരു കരച്ചില് കേൾക്കുകയാ. മണിയറയ്ക്കകത്തൊരു കരച്ചില് കേൾക്കുകയാ. അരിയാരിതങ്ങൾ ഓടിച്ചെല്ലുന്നു. ആരാ കരയുന്നത്? മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നു. പെങ്ങള് മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാ. അരിയാര് തങ്ങള് ചോദിക്കുന്നു, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അരിയാര് തങ്ങളോട് ഫാത്തിമ പറയുന്നു, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാലിയേ. പിന്നെ എന്തിനാ കരയുന്നേ? പിന്നെ എന്തിനാ കരയുന്നേ? പാടുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ പൊന്നുമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പോ, ഈ മണിയറയ്ക്കകത്ത് ഇരുള് വന്നപ്പോ എനിക്ക് ഖബറോർമ്മ വന്നു. അലിയേ, എനിക്ക് ഖബറാ ഓർമ്മ വന്നത്. ഈ റൂമിനകത്ത് അലിയേ, നീ എന്റെ കൂടെ ഇരിക്കുമ്പോ ഈ വിളക്കണച്ചപ്പ ഇത്ര ഇരുട്ടാണെങ്കില് അല്ലാഹുവേ, പള്ളിപ്പറമ്പിൽ എന്തൊരു ഇരുളാ പടച്ചവര്, എന്തൊരു ഇരുട്ടായിരിക്കും തമ്പുരാന്. അലിയാര് തങ്ങളോട് പറഞ്ഞിട്ട് കരയുകയാ. കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി പുതിയ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഖബറിനെ കുറിച്ച് പറയുകയാ. കല്യാണം കഴിഞ്ഞ പെണ്ണ് മണിയറയ്ക്കകത്തിരുന്നിട്ട് ഭർത്താവ് ചോദിച്ചു, എന്തിനാ കരയണേ? ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പലരും ആലോചിക്കുന്നുണ്ട്, പടച്ചവനെ ഞാനും കെട്ടി ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുവന്നു, ആലോചിക്കാൻ പോലും വയ്യ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. വീടും കെട്ടിക്കെട്ട് മണിയറയിലൊക്കെ പോയല്ലോ, ഒരു പാലെടുക്കും പകുതി 50-50 എല്ലാ ആചാരങ്ങൾ അവിടച്ചാണ്. റഹ്മാനായ അല്ലാഹ്, ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് മണിയറക്കകത്ത് പോയിരിക്കുമ്പോ പുതിയ പെണ്ണിനോട് പുതിയാപ്പിള ചോദിക്കും. 9ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒന്നുണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഒരു പെണ്ണ് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്, ബീച്ചിൽ പോയിട്ടുണ്ട്, എനിക്കൊരു 3-4 ലവ് ഉണ്ടായിരുന്നു, നിനക്കോടി? പുതിയ പെണ്ണിനോട് ചോദിക്കാൻ നിനക്കോ? അവൾ അങ്ങോട്ട് എണ്ണാൻ തുടങ്ങി, എനിക്ക് 6ാം ക്ലാസ്സിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇതാ നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇതാ. എന്നാൽ ഈ മകള് പറയാ, എനിക്ക് ഖബർ ഓർമ്മ വന്നിട്ട കരയണേ. അലിയാര് തങ്ങൾ ആണ്. അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇതാണോ മോളെ ഇന്ന് രാത്രി പറയണ്ട? നീ ഇതാണോ പറയണ്ട? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ, ഇന്ന് നമ്മുടെ മണിയറയാ. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവിയോട് പറയുന്നു, ഇത് പറയേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രി എപ്പോഴാണോ നീ ഖബറിനെ കുറിച്ച് പറയാ? നമ്മുടെ മണിയറയല്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഫാത്തിമ പറഞ്ഞു, അലിയെ മണിയറ ഇവിടെ അല്ല. മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ 1ാമത്തെ രാത്രിയല്ല, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കുന്ന 1ാമത്തെ രാത്രി. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അള്ളാഹു ഒരുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവിടെയാണോ ഒരുക്കേണ്ടത്? ഇതെങ്ങനല്ല, കല്യാണത്തിന് വന്ന് കുറച്ച് ലൈറ്റും ബൾബും കുറച്ച് പൂക്കളും കെട്ടി എല്ലാം പോകും. പക്ഷെ മണിയറ ഒരുക്കേണ്ടത് പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്നെ കൊണ്ടുവന്ന് മരത്തി കിടത്തുമ്പോ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിനകത്ത് വന്നിട്ട് പറയണം, ലം കനൗമത്തിൽ ആറൂസ്, പുതിയ ആപ്പള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ, പുതിയ പെണ്ണ് ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് ഉറങ്ങിക്കോ. അതിനൊരു പ്രയോഗമുണ്ട്. കാരണം എന്തേ? ഞാൻ മനസ്സിലാക്കുന്നത്, കല്യാണം കഴിഞ്ഞ് പുതിയാപ്പിളയും പുതിയ പെണ്ണും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് കുട്ടികളെ പോലും വിടൂല. ഇനിവാ അവർ ശല്യപ്പെടുത്തല്ലേ, അവർ ശല്യപ്പെടുത്തല്ലേ, ആരെയും വിടില്ല. കാരണം എന്തേ? അതവരുടെ മണിയറയാ. ഇതുപോലെ മലക്കുകൾ പറയുകയാ, ഇതിനകത്ത് കിടന്ന് പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഉറങ്ങും. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലിയാര് തങ്ങൾക്ക് ആകെ ഉള്ളത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഡബിൾ കോട്ട് കട്ടിലില്ല, വലിയ ബെഡ്റൂം ഇല്ല, അതിനകത്ത് അലങ്കരിക്കുന്ന ലൈറ്റുകളില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് കടന്നുറങ്ങിയത് ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഈ തോല് വിരിക്കും രാത്രി. ഈ തോല് വിരിച്ചിട്ട് ഈ തോലിന്റെ മുകളിലാ ഫാത്തിമയും അലിയാര് തങ്ങളും കിടക്കുന്നത്. മാർബിൾ ഇല്ല, ഗ്രാനൈറ്റ് ഇല്ല, തേച്ചിട്ടില്ല, ഒന്നുമില്ല, കല്ലിന്റെ മുകളിൽ. ഫാത്തിമ ബീവിയുടെ ചരിത്രം പറയുന്നുണ്ട്, എഴുന്നേക്കുമ്പോ അടയാളം ഉണ്ടെന്ന്. ഒരാടിന്റെ തോലെടുത്ത് വിരിച്ചിട്ടിട്ട് ഭാര്യയും ഭർത്താവും അതിന്റെ മുകളിൽ കിടക്കും. രാവിലെ എഴുന്നേറ്റ ഇതെടുത്ത് കുടഞ്ഞിട്ട് ഒട്ടകത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, കുതിരയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് തീറ്റിയും വെള്ളം ഇട്ട് കൊടുക്കും. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പെണ്ണും പിള്ളയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തികയണില്ല. നമ്മുടെ പെണ്ണുങ്ങൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുത്താലും തിരിയണില്ല. കെട്ടിച്ചു വിട്ട വീട്ടില് ഇപ്പൊ അവിടെ പ്രശ്നമാ, മറ്റേതാ മറിച്ചതാ, വാരി കെട്ടി വന്നേരം മോളെ, വന്നേരെ വിളിച്ചു വരുത്താം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ നബിതങ്ങൾ ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചു വിട്ടിട്ട് കാണാൻ പോയി. നിങ്ങളും പോവല്ലോ, കെട്ടിച്ച വീട്ടിൽ മരുമോന്റെ വീട്ടിൽ പോകും. ചെന്ന ഉടനെ ഓള് പരാതി പറയാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് പോയി കാണാൻ. ഫാത്തിമ ഓടി വന്നിട്ട് ഉപ്പാന്റെ കയ്യിൽ പിടിച്ചിട്ട് കരയാ, എന്തേ മോളെ, എന്തേ മോളെ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. ഫാത്തിമ എന്ന പൊന്നുമോള് നബിതങ്ങളോട് പറയുന്നു, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി, എല്ലാം വാരി കെട്ടിക്കോ, പോകാമെന്നല്ല നബിതങ്ങൾ പറഞ്ഞത്. തന്റെ പൊന്നാര മകൾ ഓടി വന്ന് സങ്കടത്തോടെ പറയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വലിയ അബീക അർബഉ, വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി വളയും. വാപ്പ അങ്ങോട്ട് പറഞ്ഞെടുക്ക, നീ 3 ദിവസമല്ല, ഞാൻ 4 ദിവസമായി വല്ലതും തിന്നിട്ട്. ആരാരെയാണോ സമാധാനിപ്പിക്കേണ്ടത്? ഇതാണോ കുടുംബജീവിതം? ഇങ്ങനെ വാപ്പയാകണ്ട. പായിപ്പാടുള്ള വാപ്പ നിന്റെ തുള്ളലും ബഹളവും നിന്റെ ബിപിയും കാണിക്കേണ്ടത് നിന്റെ വാശിപ്പുറത്തല്ലേ നിന്റെ മോളുടെ ജീവിതം പോയത്. ഈ പള്ളി വന്നിട്ട് എത്ര തലാക്ക് ഞാൻ പറയാൻ കിട്ടുന്ന അവസരം, ഇതൊരു വയത് കിട്ടിയിട്ടില്ലല്ലോ.
ഈ പായിപ്പാടുള്ള പെൺകുട്ടികളുടെ ജീവിതം തുലച്ചത് ഈ വാപ്പമാരുടെയും ഈ ഉമ്മമാരുടെയും വാശിയ സഹോദര. എത്ര എണ്ണം എന്താ കമ്മിറ്റിക്കാരൻ നിരന്നിരിക്കുന്നത്? ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ കയറത്തില്ല. കാരണം എന്തേ? ആ പാവം കൂടെ വലിച്ചു വെക്കാൻ വയ്യ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ പറയുന്ന സ്ഥലമാണ്. ഒരു കാരണവശാലും പായിപ്പാട് പള്ളിയിൽ തലാക്ക് കൊടുക്കരുത്. പായിപ്പാട് പള്ളിയിൽ നിന്നല്ല, ഒരു പള്ളിയിൽ കൊടുക്കരുത്. കാരണം തലാക്ക് പറയുമ്പോൾ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന, ഒരാൾ തന്റെ ഭാര്യയെ തലാക്ക് പറയുമ്പോ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്ന, ഇതിന് സാക്ഷിയായിരിക്കുന്നതൊക്കെ നിന്റെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് തലാക്ക് പറയുന്ന സമയം അള്ളാന്റെ അർശ് കുലുങ്ങോ? പറ മനുഷ്യന്മാരെ, കുലുങ്ങോ? സമദുസ്താദ് ഉംറയ്ക്ക് പോയിട്ട് വന്നു. എടോ, നമ്മള് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത സ്ഥലമാണ്. മക്കത്ത് പോകുമ്പോ കാണാം. നമുക്കറിയാലോ, അവിടെ പോയി കാണില്ലേ? അവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലം. അവിടെ ചെല്ലുമ്പോ ബസ്സിനകത്ത് ഇരുന്നിട്ട് പറയും, ഇവിടെയാണ് അള്ളാഹുവിന്റെ ഇതിറങ്ങിയത്. അബാബിയിൽ പക്ഷികൾ ഇറങ്ങിയിട്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു തകർത്ത് കളഞ്ഞ സ്ഥലം ഇതാ. ആരും ഇറങ്ങാറില്ല. കാരണം എന്തേ? അള്ളാഹിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം, അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമായത് കാരണം. ഇതുപോലെ തലാക്ക് പറയുന്ന സമയം അള്ളാഹുവിന്റെ അർശ് കുലുങ്ങും. ആ മജ്ലിസിൽ ഇരിക്കുന്ന സെക്രട്ടറിയും പ്രസിഡന്റും സൂക്ഷിച്ചോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, വേണ്ടെങ്കിൽ നീ കോടതി ഇപ്പോ പറഞ്ഞു വിടണം. ഇവിടെ തലാക്കൊന്നുമില്ല. ഓടി വരിക. ഈ അടുത്തങ്ങോട്ട് നോക്കുമ്പോ ഒരു പ്രായം തലാക്ക് വേണ്ടെങ്കിൽ കോടതി പൊക്കോണം. നമുക്ക് മസ്ലഹത്ത് മാത്രമേ ഉള്ളൂ. ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കാനാ നോക്കണം. ഒരുമിപ്പിക്കാൻ വേണ്ടി ചെയ്യാം. അതിനപ്പുറം ഒന്നുമില്ല. ആരും അത് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ അങ്ങനെ ഇല്ലടോ. വേണ്ടവര് പൊക്കോ, കോടതി പൊക്കോ, മേടിച്ചോ. പള്ളികളിൽ കൊടുക്കുന്ന പരിപാടി നിർത്തണം. ഇതൊക്കെ നിർത്തണം. ചുമ്മാതെ ഒരു വിവരമില്ലാത്തവനാ തലാക്ക് കൊടുക്കണം. വലിയ മഹാനോട് ദീനിന്റെ ഒരു നിയമം അറിയാത്തവന് മസലകൾ പറഞ്ഞു കൊടുക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ പറഞ്ഞു കൊടുക്കുക. വാപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് പരാതി പറയണു, ഉപ്പ ഞാൻ വല്ലതും തിന്നിട്ട് 3 ദിവസമായി. വാപ്പ പറയുന്നു, ഞാൻ 4 ദിവസമായി. ഇങ്ങനാകണം വാപ്പ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ ജീവിതം വളരെ പ്രയാസമായിരുന്നു. വല്ലാത്ത ദാരിദ്ര്യമായിരുന്നു. കാരണം ഹരിയാര് തങ്ങൾ പാവപ്പെട്ടവനാ, കൂലിപ്പണിക്കാരനാ. ബോറടിക്കുന്നുണ്ടാ? ബോറടിക്കുന്നുണ്ടാ? നിർത്താറായ? എനിക്കൊന്ന് ഉറങ്ങളെക്കാളും ഉറങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ കിടന്ന ഉറങ്ങിപ്പോകും. ഇൻഷാ അല്ലാഹ് നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഒരാഴ്ച ലീവ് എടുത്ത് എങ്ങോട്ടെങ്കിലും പോവാൻ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ഉറങ്ങാൻ. നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് തീരുമായിരിക്കില്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നാളെ വയലൊന്നുമില്ല കേട്ടാ. ഇന്നും കൂടെ ഉള്ളു. ചുമ്മാ 2 ദിവസം വയലുണ്ട്. ഇന്നും കൂടെ വയലുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ് ദുആയ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് വീട്ടിലിരിക്കുമ്പോ, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് വീടിനകത്തിരിക്കുകയാണ്. വല്ലാത്ത പ്രയാസമാ, ദാരിദ്ര്യമാ, ദുഃഖമാ. അപ്പോഴാണ് ഒരു ദിവസം ജോലി കഴിഞ്ഞ് ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാണ്. അലിയാരി ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ എന്റെ അടുക്കലേക്കൊന്നു വാ ഫാത്തിമ. ഭർത്താവ് തന്റെ ഭാര്യ സ്നേഹത്തോടെ വിളിക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ അടുക്കൽ പിടിച്ചിരുത്തിയിട്ട് അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? സാധാരണ പറഞ്ഞ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം. പടച്ചവനെ, കുടുംബ വീട്ടിൽ ചെന്നു, കല്യാണം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, ഭർത്താവിനോട് ഭാര്യ പറയും, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ, ഇവിടെ നിന്ന് മാറണ്ടേ, ഇവിടെ നിന്ന് മാറണ്ടേ. സ്നേഹം കൊണ്ടല്ലടോ, ഉമ്മാനെയും ഉപ്പാനെയും നോക്കാൻ പറ്റാത്തത് കാരണം, പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വെച്ചു വിളമ്പാൻ പറ്റാത്തത് കാരണം, പടച്ചവനെ അതുകൊണ്ട് പെണ്ണുങ്ങളാണ് പറയാറ്. പക്ഷേ ഇവിടെ ഭർത്താവ് ചോദിക്കുന്നു, ഫാത്തിമ സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഫാത്തിമ? ഇത് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എനിക്കും ഒരാഗ്രഹമുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഉമ്മയെയും സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകാനുള്ള
പോകാനുള്ള കൊതി കാരണമല്ല, എനിക്കിവിടെ നിന്ന് മാറണമെന്നുണ്ട്. ഈ വീടിനകത്ത് നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് പോയി താമസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടല്ലേ. ഉമ്മാനെ നോക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, കൂടപ്പറപ്പുകൾക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തത് കൊണ്ടല്ല, പിന്നെ എന്തിനാണ് വീട് മാറണമെന്ന് പറയുന്നതെന്നറിയോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ, ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കാണുമ്പോ നിങ്ങളുടെ ഉമ്മായിക്ക് സങ്കടം വരുന്നു അലിയേ. നിങ്ങളുടെ കൂടപ്പറപ്പുകൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ മകളായ ഞാനും മക്കളും ഈ വീടിന്റെ റൂമിനകത്ത് പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ നിങ്ങളുടെ ഉമ്മായിക്ക് വേദനിക്കുന്നു, നിങ്ങളുടെ സഹോദരിമാർക്ക് വേദനിക്കുന്നു. എന്തിനാ നമ്മുടെ അവസ്ഥ അവരറിയുന്നത്? നമ്മൾ പട്ടിണി കിടക്കുന്നത് അവരെന്തിനറിയുന്നത്? എന്തിനാ അവരെ വേദനിപ്പിക്കുന്നത്? അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് മാറാമലിയേ. എനിക്കും ആഗ്രഹമുണ്ട് ഇവിടെ നിന്ന് മാറാൻ. എന്റെ പായിപ്പാടുള്ള പെങ്ങള് ഭർത്താവിന്റെ പ്രായം ചെന്ന ഉമ്മയ്ക്ക് വെച്ച് വിളമ്പാൻ പറ്റാത്തതിന്റെ പേരില് വളരെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന കൂടപ്പറപ്പുകളെ തമ്മി തല്ലിപ്പിച്ച പെങ്ങന്മാരില്ലേ? അല്ലാഹുവേ, സ്നേഹത്തോടെ ജ്യേഷ്ഠനും അനുജനുമായി ഒരു വീടിന്റെ അകത്ത് സന്തോഷത്തോടു കൂടി കഴിഞ്ഞ എത്രയോ കുടുംബങ്ങളെ തകർത്ത പെണ്ണുങ്ങളില്ലേ? എന്ത് സന്തോഷത്തോടെ ജീവിച്ചവരാ. കല്യാണം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, പടച്ചവനെ എനിക്ക് മാറണം, എനിക്ക് മാറണം. കാരണം എന്തെന്നറിയോ? ഇവനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം, ഈ ബന്ധത്തിൽ നിന്ന് മുറിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകണം. അവിടെ ചെന്ന ഉപ്പാന് വെച്ച് വിളമ്പണ്ട, ഉമ്മയ്ക്ക് വെച്ച് വിളമ്പണ്ട, കൂടപ്പറപ്പിന് വിളമ്പണ്ട. അങ്ങനെയല്ല സഹോദരി, അങ്ങനെയല്ല സഹോദരി. ഫാത്തിമ പറയുകയാ, നബി തങ്ങളുടെ മകയായ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ട് ഇവര് കരയുകയാ, അവര് സങ്കടപ്പെടുകയാ. എന്റെ കാര്യം അവരറിയണ്ടല്ലോ. അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു ഇവിടെ നിന്നൊന്നു മാറാൻ. ഫാത്തിമ ചോദിക്കുന്നു, പൈസ ഇല്ലല്ലോ, വീട് വെക്കാൻ എന്ത് ചെയ്യും അലിയേ? വാടക വീട് പോലും വാങ്ങാൻ പൈസ ഇല്ലല്ലോ. അപ്പോഴാണ് അലിയാർ തങ്ങൾ പറയുന്നു, ഫാത്തിമ, നിന്റെ ഉപ്പാനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ, നിന്റെ ഉപ്പ എന്ന് പറഞ്ഞ ജീവനാ, നബി തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സ്വഹാബിയാ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിക്ക് 2 വീടുണ്ട്. ഒരു വീട് വെറുതെ കിടക്കുകയാണ്, ഒരു വീട് വെറുതെ കിടക്കുകയാണ്. ഉപ്പാന്റെ അടുക്ക പോയി പറഞ്ഞ ആ വീട് നബി തങ്ങളെ നമുക്ക് വാങ്ങിത്തരും. അതുകൊണ്ട് നീ വാപ്പാന്റെ അടുക്കലൊന്ന് പോയി പറയണേ. ഭർത്താവ് പലതും പറഞ്ഞു വിടും, പെങ്ങളെ ഉപ്പാന സോപ്പിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാ പറഞ്ഞു വിടുവല്ലോ. പടച്ചറപ്പേ, വീട്ടിൽ ചെന്ന് ഭർത്താവിനെ വേദനിപ്പിക്കുന്ന പെങ്ങന്മാരോട് ലക്ഷങ്ങൾ തന്ന് നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ട് ഭർത്താവിന്റെ ആർത്തി കാരണം പിന്നെയും കുടുംബത്തിൽ കയറിയിട്ട് അവകാശം ചോദിക്കുന്ന പെങ്ങളുണ്ടല്ലോ, ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ. ഞാൻ പറയുന്നത് ചോദിക്കല്ല പെങ്ങള്, ഇത് പായിപ്പാടുള്ള പെങ്ങന്മാർക്കുള്ളതാ. പാപ്പമാര് കഷ്ടപ്പെട്ട് 20ഉം 25ഉം 50ഉം പവനും തന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് കെട്ടിച്ചു വിടും. എന്നിട്ട് പിന്നെയും പോകും. ഭർത്താവ് പറയും, പോയി ചോദിക്കടി, പോയി ചോദിക്കടി. നാണമില്ലാതെ പോകും. പോയി ഇരുന്നിട്ട് ചോദിക്കും, നിങ്ങൾ പഠിക്ക്, നീ പഠിക്ക്, പണമല്ല വേണ്ടത്, പണമല്ല വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളോട് പറഞ്ഞു ചോദിക്കാൻ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മനസ്സില്ല മനസ്സോടെ കടന്നുപോയി. ഫാത്തിമയ്ക്ക് മനസ്സില്ലായിരുന്നു, എങ്കിലും ഭർത്താവ് പറഞ്ഞതാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് പൊന്നാര മകള് കടന്നു ചെല്ലുമ്പോ നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി എഴുന്നേറ്റ് നിന്നു. മകള് വന്നാ നബി തങ്ങൾ എഴുന്നേക്കും. പള്ളിയിലെ ഉസ്താദ് വരുമ്പോ വിദ്യാർത്ഥികൾ എഴുന്നേക്കുന്നത് പോലെ നബി തങ്ങൾ എഴുന്നേക്കുകയാ. കല്യാണം കഴിച്ച് വിട്ട പൊന്നാര മകളുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുകയാ. അടുത്തുപോയി ഫാത്തിമ പറഞ്ഞു, വാപ്പാ, എനിക്ക് വല്ലാത്ത പ്രയാസമോ, എനിക്കും എന്റെ ഭർത്താവിനും ഹസനും ഹുസൈനും എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള സൗകര്യമില്ല. ഒരു ഈന്തപ്പന ഓലകൾ കൊണ്ട് ചെയ്ത ഒരു മുറിയല്ലേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, എന്റെ ഭർത്താവിന്റെ ജോലി അറിയുമല്ലോ. കഷ്ടപ്പാട് മുഴുവനും പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പറയുന്നു, വാപ്പാ,
സഅദ് ഇബ്നു ഉമാർ എന്ന് പറയുന്ന സ്വഹാബിക്ക് 2 വീടുണ്ട് വാപ്പാ. ഒരെണ്ണം വെറുതെ ഇട്ടിരിക്കുകയാണ്. വാപ്പ എനിക്കൊന്ന് ചോദിച്ചു വാങ്ങിച്ചു തരുമോ? വാപ്പയൊന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു തരുമോ? സുബ്ഹാനല്ലാഹ്. ഇത് പറയേണ്ട താമസം നിബിതങ്ങൾ കരയുകയാ. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. റസൂലുള്ള കരയുകയാണ്. തന്റെ പൊന്നാര മകളുടെ മുമ്പിലിരുന്നിട്ട് നിബിതങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് കരയുകയാണ്. ഫാത്തിമ ചോദിക്കുന്നു, വാപ്പാ എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? ഫാത്തിമ, നിന്റെ ഉപ്പ ഇന്നുവരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല. നിന്റെ വാപ്പ ഇന്നുവരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല. എനിക്ക് ലജ്ജയാ മോളെ. ആ സഹാബിയുടെ അടുക്കൽ ചെന്നിട്ട് എന്റെ പൊന്നുമോക്കൊരു വീട് കൊടുക്കണേ എന്ന് ചോദിക്കാൻ എനിക്ക് ലജ്ജയാ മോളെ. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഫാത്തിമ ബീബി പറഞ്ഞു, ചോദിക്കണ്ട വാപ്പാ, എന്റെ ഉപ്പ ഒരാളുടെ മുന്നിലും താഴരുത്. എന്റെ ഉപ്പ ഒരാളോടും ചോദിക്കരുത്. ഉപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. ഫാത്തിമ ബീബി കെട്ടിപ്പിടിച്ചു പൊരുത്തം ചോദിച്ചു. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഒരു സ്വഹാബി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. നബി തങ്ങളുടെ വീടിനകത്ത് നടന്നത് മുഴുവനും കേട്ടുകൊണ്ട് നിൽക്കുകയാ. ആ സ്വഹാബി ഓടുകയാണ്. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ അടുത്ത് ചെന്നു. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് ഹാരിസ ഓടി വന്നു. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ഓടി വന്നിട്ട് മാ അഖത്തു മിൻ അഹബ്ബു ഇലയ്യ, ഇതാ നബിയെ താക്കോൽ ഇഷ്ടമുള്ളതെടുത്തോ. എന്തിനാ നബിയെ എന്നോട് ചോദിക്കാൻ മടിക്കുന്നത്? എന്തിനാ നബിയെ? ഒരു വാക്ക് പറഞ്ഞാ ഞാൻ തരുമല്ലോ നബിയെ. ഫാത്തിമയ്ക്ക് കൊടുക്കാം 100 വട്ടം എനിക്ക് സമ്മതമാ. ഏത് വീട് വേണം നബിയെ? ഏത് വീട് വേണം നബിയെ? എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കുകയാണ്. അങ്ങനെ അല്ലാഹുവേ, ഫാത്തിമ ബീവിയുടെ വീടിന്റെ പാലുകാച്ച് നടക്കാൻ പോവുകയാണ്. ഒന്നുമില്ലടോ, ആ വീടല്ലാതെ ഒന്നുമില്ല. ആ വീടല്ലാതെ ഒന്നുമില്ല. ഫാത്തിമ ബീവി വീട്ടിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു കട്ടില് കൊടുത്തു. ഒരു ചെറിയ കട്ടില് കൊടുത്തു. ഒരു വിരിപ്പ് കൊടുത്തു. ചെറിയ പാത്രങ്ങൾ കൊടുത്തു. ഒരു ആട്ടുകല്ല് കൊടുത്തു. 7 കാര്യങ്ങൾ മാത്രമാണ് ആ ഫാത്തിമയുടെ വീടിനകത്തുണ്ടായിരുന്നത്. 7 കാര്യങ്ങളുമായിട്ടാണ് ഫാത്തിമ കടന്നു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ആ വീടിനകത്ത് പടച്ചവനെ താമസിക്കുകയാണ്. ഭാര്യയും ഭർത്താവ് സ്വന്തമായിട്ടൊരു വീടായല്ലോ. എന്തൊരു സന്തോഷമെന്നറിയോ? എന്തൊരു സന്തോഷമെന്നറിയോ? പരസ്പരം മത്സരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും മത്സരിക്കുകയാണ്. പടച്ചറപ്പേ, പായിപ്പാടുള്ള പെങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയണം മോളെ, നാവിന് നീളമുള്ള ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. പറയുന്നത് എന്താണെന്നറിയില്ലല്ലോ. പല വീടുകളിലും വഴക്കുകളും ബഹളങ്ങളുമാണല്ലോ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വന്തം വീടിനകത്തായി സ്വാതന്ത്ര്യമായി ഞങ്ങളും ഫാത്തിമ ബീവിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഫാത്തിമ എന്തോ ഒരു വാക്കു പറഞ്ഞു. അരിയാര് ഞങ്ങൾ പിണങ്ങി. ഇന്ന് വീടാകുമ്പോ ഭാര്യയും ഭർത്താവും ചട്ടിയും കലവാകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കും. അതൊക്കെ ഉണ്ട്. ഫാത്തിമ ബീബി സംസാരിച്ചു കൊണ്ടിരുന്നതിന്റെ ഇടയിൽ എന്തോ പറഞ്ഞു. അലിയാര് തങ്ങൾ പിണങ്ങി. അലിയാര് തങ്ങൾ പിണങ്ങി. ഇനി ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാര് ചിന്തിക്ക്. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് 80 പ്രാവശ്യം പോയിട്ട് സോറി പറഞ്ഞു. എത്ര പ്രാവശ്യം പോയിട്ട്? എത്ര പ്രാവശ്യം പോയിട്ട്? ഭർത്താവ് പിണങ്ങിയിരുന്നപ്പോ ഫാത്തിമ ബീവി പോയിട്ട് 80 പ്രാവശ്യം സോറി പറഞ്ഞു. എന്നിട്ടും അലിയാര് തങ്ങൾ മിണ്ടിയില്ല. എന്നിട്ടും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല മിണ്ടാൻ തയ്യാറായില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി അലിയാര് തങ്ങളോട് പറയാ, ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കഴിക്കില്ല.
ഭർത്താവിന്റെ കാൽ ചുവട്ടിൽ പോയിട്ട് ഇരുന്നു. ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല, വെള്ളവും കുടിക്കില്ല, നിങ്ങൾ മിണ്ടണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ വേണമെങ്കിൽ അവള് വന്ന് മിണ്ടട്ടെ, വേണമെങ്കിൽ അവള് വന്ന് മിണ്ടട്ടെ. ഇക്കാടെ കയ്യിലല്ലേ കുഴപ്പം, എന്റെ കയ്യിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാ? അങ്ങനല്ല സഹോദരി. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും, പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ ഞാൻ ഉള്ളത് പറയാം. എടോ, ഭർത്താവിന്റെ കയ്യിലാണ് പോരായ്മയെങ്കിലും ഭാര്യ ഒന്ന് താഴ്ന്നു കൊടുക്കണം. ഭർത്താവിന്റെ കയ്യിലാണ് പോരായ്മയെങ്കിലും ഭാര്യ ഒന്ന് താഴ്ന്നു കൊടുക്കണോടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ താങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഭർത്താവിന്റെ അടുക്ക പറഞ്ഞു, 80 പ്രാവശ്യം സോറി പറഞ്ഞു, എന്നിട്ട് മിണ്ടുന്നില്ല. ഇനി നിങ്ങൾ മിണ്ടാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. ആ കാൽ ചുവട്ടിലിരുന്ന സത്യാഗ്രഹം നടത്തി അലിയാര് തങ്ങൾ സംസാരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റത് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതെവിടുന്ന് പഠിച്ചെന്നറിയോ? ഇതെവിടെ നിന്നാ പഠിച്ചെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചില പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, നീ വീട്ടിൽ പോ, നീ പോ ഖദീജ, നീ പോ, ഈ മക്കളുടെ പട്ടിണി കിടക്കില്ലേ, ഈ മക്കളെയും കൊണ്ട് നീ വീട്ടിൽ പോ. അപ്പോഴാണ് ഖദീജ ബീബി പറഞ്ഞത്, നബിയെ, പട്ടിണി കിടന്ന് മരിക്കാനും ഞാൻ തയ്യാറാണ്. മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ മരിക്കും, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ടുള്ളൊരു ജീവിതമില്ല. ഇത് പറയുന്നത് 5ാമത്തെ വയസ്സിൽ കേട്ട് വളർന്ന മകളാണ് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടി കാണുന്നത് അത്തായും അമ്മായും തമ്മിലുള്ള അടിയാണ്. വീടിനകത്ത് കിടന്നുകൊണ്ട് പരസ്പരം തമ്മിലടിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. ചുമ്മാതല്ല, 7ാം ക്ലാസ്സിലാവുന്നതിന് മുമ്പ് മക്കളും വിളിക്കാൻ തുടങ്ങുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നലെ എബിർവാക്കവി ആരോ പറഞ്ഞു, വാപ്പ വലിച്ചിട്ട് ഇട്ട വീഡിയോ എടുത്താൽ ഞാൻ വലിച്ചു പഠിച്ചെന്ന് മക്കള് പറയണ പോലെ ചീത്ത വിളിക്കാൻ പഠിച്ചത് എവിടെ നിന്ന്? അത്ത അമ്മായ വിളിക്കണ കേട്ടിട്ട് നാവെടുത്ത തന്തയ്ക്കും തള്ളയ്ക്ക് വിളിക്കത്തുള്ളൂ. എന്തെല്ലാം മോശമായ ചീത്ത! ഇത് കേട്ടാ നമ്മുടെ മക്കള് വളരുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തെരുമാറാകട്ടെ. ആമീൻ പറയണം, ആമീൻ പറ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ. എൻ്റെ അടുത്തൊരു മാതാവ് പറഞ്ഞ ഒരു രംഗം, ഒരു പിതാവ് പറഞ്ഞ ഒരു രംഗം എന്തെന്നറിയോ? ഇപ്പൊ അവര് ഹോസ്പിറ്റലിലാണ്, അവർക്ക് ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ. 50 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് അവരുടെ ബ്ലഡ് മാറ്റിവെക്കുന്നു. ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, തലയ്ക്കകത്ത് എന്തോ ഒരു ചെറിയ പ്രയാസം കാണുന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അവരുടെ തലയിൽ ട്യൂമർ ആയിരുന്നു. അവർക്ക് ബ്ലഡിൽ ക്യാൻസർ, തലയിൽ ട്യൂമർ. ഇതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ നടക്കുമ്പോ ഗൾഫിലുള്ള മകള് പറഞ്ഞു അത്ര ഉപ്പാനോട് വിളിച്ചിട്ട്, ഉപ്പാ, എന്റെ 60 പവൻ അവിടെ തന്നെ വെച്ചേക്കണം, എടുക്കരുതെന്ന്. എന്റെ സ്വർണമൊന്നും എടുക്കാൻ പാടില്ല, അത് അവിടെ വെച്ചേക്കാൻ. ഒരു മകള് പറയാ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ മക്കൾ അങ്ങനെ ആയിപ്പോയടോ. എന്തെങ്കിലും സംഭവിച്ചാ പറഞ്ഞാ മതി, ഞാൻ വരുന്ന മരിച്ച അറിയിച്ച വരാൻ. ഇതാ നമ്മുടെ മക്കൾ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്ത്, നല്ല രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തി കഴിഞ്ഞാൽ അവർ നമുക്ക് ഉപകാരപ്പെടും. ആ നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിർത്തുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ചരിത്രം ഇങ്ങനെയായിരുന്നു. ഇനി ഭർത്താക്കന്മാരോട് പറയുകയാ, തെറ്റുപറ്റിയാ സമ്മതിക്കണം സഹോദരാ. അത് ഇമാമാണെങ്കിലും പ്രവാചകനാണെങ്കിലും ഖത്തീബാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ പറയുന്നത് തെറ്റുപറ്റിയാ സമ്മതിക്കണം സഹോദരാ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുമല്ലോ. അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചരിത്രം അറിയുമല്ലോ. അയ്യൂബ് നബിയുടെ മുന്നിൽ ഇബ്ലീസ് വന്നിട്ട് പറയുന്ന, അയ്യൂബ് നബിയെ, നിങ്ങളുടെ ഭാര്യ വ്യഭിചാരത്തിൽ പിടിച്ചു, അതുകൊണ്ട് അവരുടെ മുടി മുറിച്ചെടുത്തു. ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യൂബ് നബിയോട് പറയുന്നു, നിങ്ങളുടെ ഭാര്യ അതാ നിങ്ങളെ വഞ്ചിച്ചു, അതിന്റെ പേരിൽ അവരുടെ മുടി മുറിച്ചു. അല്ലാഹുവേ, അയ്യൂബ് നബിയോട് ഇബ്ലീസ് വന്ന് പറയുകയാണ്, അതാ അയ്യൂബ് നബിയുടെ ഭാര്യ വീട്ടിലേക്ക് കയറി വരുമ്പോ അവിടത്തെ മുടി കാണുന്നില്ല.
ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ കേട്ടത് സത്യമാണോ? അവസാനം അയ്യൂബ് നബി അവിടെ നിന്ന് ചോദിച്ചു, എന്തു പറ്റി? അപ്പോഴാണ് സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുന്നത്. തന്റെ ഭാര്യ തെറ്റുകാരിയല്ല എന്ന് മനസ്സിലായപ്പോ അയ്യൂബ് നബി പറയുന്നു, പെണ്ണേ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ പെണ്ണേ. അല്ലാഹുവേ, ഒരു പ്രവാചകൻ തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചടോ. പാടുള്ള ആണുങ്ങളോട് പറയുകയാ, തെറ്റുപറ്റിയാ തിരുത്തണേ, പിഴവ് പറ്റിയാ പൊരുത്തം ചോദിക്കണേ. അല്ലാഹുവേ, നിർത്തുകയാണ് പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള്, എന്റെ പ്രിയപ്പെട്ടവരെ, അതാ തന്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റബ്ബേ അല്ലാഹുവിന്റെ റസൂലിന് അവിടെ നിന്ന് രോഗം വരുന്നത്. പ്രവാചകന് രോഗം കൂടുകയാണ്, നിബിതങ്ങൾക്ക് രോഗം കൂടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളെന്ന ഭർത്താവിനോട് ചെന്ന് ചോദിച്ചു, അലിയേ, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, ഞാനൊന്ന് പോകട്ടെ അലിയേ. അലിയാർ തങ്ങളോട് ഫാത്തിമ ചോദിക്കുകയാ, എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാണ്, ഞാനൊന്ന് പോയി നിൽക്കട്ടെ, എന്റെ ഉപ്പാന്റെ അടുക്കൽ പോയിട്ടൊന്ന് ഖിദ്മത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ, അലിയാർ തങ്ങൾ അനുവാദം കൊടുത്തിട്ടാണ് ഫാത്തിമ പോയത്. പായിപ്പാട് ഒരുമിച്ച് കൂടിയ പെങ്ങളെ, ഭർത്താവിന്റെ അനുവാദം ചോദിച്ചിട്ടാണോ നീ പുറത്തു പോകുന്നത്? നിനക്കതിന്റെ ആവശ്യമില്ലല്ലോ. പായിപ്പാട് കവലയിൽ ചെന്ന് നിന്നിട്ട് വിളിക്ക്, ഞാനിവിടെയുണ്ട്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ പുറത്തിറങ്ങല്ലേ, തിരിച്ചു വരുന്നത് വരെ ശാപമാ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപം കിട്ടും പെങ്ങള്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഇറങ്ങരുത്. എത്ര വലിയ കോടീശ്വരിയാണെങ്കിലും ഇറങ്ങരുത്. നിനക്ക് ചരിത്രമറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അതാ ഒരു പെണ്ണൊരാളെ പറഞ്ഞു വിടുകയാ, ഒരു സംശയം ചോദിക്കാൻ. എന്ത് സംശയമെന്നറിയോ? ഭർത്താവ് പറഞ്ഞു, ഇനി നീ പോകരുത്, നിന്റെ വീട്ടിലേക്ക് പോകരുത്, ഞാൻ വരുന്നത് വരെ ഈ വീടിന്റെ പുറത്ത് നീ ഇറങ്ങരുത്, നിന്റെ വീട്ടിൽ പോകാൻ പാടില്ല. അച്ഛന് സാധാരണ അങ്ങനെയാണ്. ഭർത്താക്കന്മാർക്ക് ദേഷ്യം വന്നാ ആദ്യം പറയും, നീ നിന്റെ വീട്ടിൽ പോകരുത്. ഭാര്യയോട് ഭർത്താവ് പറയുകയാണ്, അച്ഛനെ അതാ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, പെണ്ണേ, നിന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, കാണാൻ വരാറ്, നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ പെണ്ണ് നബിതങ്ങളോട് സംശയം ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് പറഞ്ഞു വീടിന് പുറത്തിറങ്ങരുത്, വീടിന് പുറത്തിറങ്ങരുതെന്ന് എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഞാൻ കാണാൻ പോകട്ടെ നബിയെ. നബിതങ്ങൾ പറഞ്ഞു, നിന്റെ ഭർത്താവ് പറഞ്ഞത് നീ അനുസരിക്ക്. വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഭർത്താവ് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങരുത്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, പെണ്ണെ, നിന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുന്നു, നീ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതനുസരിക്കല നല്ലത്. കുറച്ചു ദിവസം കഴിഞ്ഞു, ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പെണ്ണെ, നിന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കാൻ, മരിക്കാൻ പോവാ, അവസാനമായിട്ട് കാണണമെങ്കിൽ വാ. വാപ്പ മരിക്കാൻ കിടക്കുകയാ, കാണാൻ ആഗ്രഹമുണ്ട്, ഉപ്പാന് നീ വാ. അപ്പോഴും നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത്, നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്കലാണ് നല്ലത്. കുറച്ചു കഴിഞ്ഞു, പെണ്ണെ, വാപ്പ മരിച്ചു, മയ്യത്ത് കൊണ്ടുപോവുകയാ, അവസാനമായിട്ട് കാണണമെങ്കിൽ വാ. വാപ്പ മരിച്ചു, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉപ്പാനെ കാണാൻ പറ്റില്ല ദുനിയാവില്, അവസാനമായിട്ടൊന്ന് കാണണമെങ്കിൽ നീ വാ. അപ്പോഴും പെണ്ണ് നബിതങ്ങളോട് ചോദിച്ചു. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, വാപ്പ പറയുന്നു, ഭർത്താവ് പറഞ്ഞതനുസരിക്കലാണ് നല്ലത്. ആ പെണ്ണ് പോയില്ലടോ, ആ പെണ്ണ് പോയില്ല. നമ്മുടെ ആമിന അവിടെ ചെന്നിട്ട് വിളിച്ചു പറയും, ഞാനിവിടെ എത്തിയത്. ഒരു പെണ്ണ് ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങി തിരിച്ച് വീട്ടിൽ വരുന്നത് വരെ ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും ശപിക്കും. പോയതാ. അല്ലാഹു കാക്കുമാറാകട്ടെ.
അല്ലാഹു കാക്കുമാറാകട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് വാപ്പാടെ മുമ്പിൽ ചെന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വാപ്പ രോഗം പിടിച്ച് കിടക്കുകയാണ്. വാപ്പാടെ മരണസമയം അടുത്തു. നബിതങ്ങൾക്ക് രോഗം പിടിച്ച് കിടക്കുകയാണ്. കണ്ടപ്പോ തന്നെ നബിതങ്ങൾക്ക് സന്തോഷമായി. ഫാത്തിമ ബീബിയെ കണ്ടപ്പോ തന്നെ സന്തോഷമായി. ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, മുത്തം കൊടുത്തു. ഉപ്പാന്റെ കയ്യും കാലും എല്ലാം തടകി കൊടുത്തു. എല്ലാരും മാറ്, എല്ലാരും മാറ്. ഫാത്തിമ ബീബി നബിതങ്ങളുടെ ചാരത്തിരുന്ന് കയ്യും കാലും ഒക്കെ തടകി കൊടുത്തിട്ട് ഉപ്പാന്റെ അടുത്ത് പോയിരുന്ന് കാലിന്റെ അടുത്തിരുന്ന് കരഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇഞ്ഞു വാ ഫാത്തിമ, ഇഞ്ഞു വാ, അടുത്തു വാ. നബിതങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോളെ, വാപ്പച്ചി ഒരു രഹസ്യം പറയട്ടെ, വാപ്പച്ചി ഒരു രഹസ്യം പറയട്ടെ. എന്താ ഉപ്പ? മോളെ, ഉപ്പ എന്റെ മരണം അടുത്തു. വാപ്പ തന്റെ മകളോട് പറഞ്ഞു കൊടുക്ക, എന്റെ മരണം അടുത്തു ഫാത്തിമ. കാരണം എല്ലാ വർഷവും ഒരു ഖത്തം ഞാൻ ഓതി കേൾപ്പിക്കാറുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ. ഈ പ്രാവശ്യം 2 വട്ടം നിർബന്ധിച്ച് ഓതിപ്പിച്ചു. അപ്പൊ അടുത്ത റമദാനിന് ഞാൻ ഉണ്ടാകുമെന്നില്ല, എന്റെ മരണം അടുത്തു മോളെ. ഇത് പറയുന്നതും ഫാത്തിമ കരയുകയാണ്. ഇത് പറഞ്ഞ ഉടനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, കരച്ചിൽ തുടങ്ങി. ഉപ്പാന്റെ കാലിനടുക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ഫാത്തിമ. തന്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമതും വിളിച്ചു, ഇങ്ങ വാ മോളെ, ഇങ്ങ വാ. അടുത്ത് ചെന്നു. ബാപ്പ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, ഞാൻ പോയ എന്റെ തൊട്ടു പുറകിൽ നീയും മരിക്കും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ എന്ന മകളോട് പറഞ്ഞു കൊടുക്ക, ഞാൻ മരിച്ച നീ എന്റെ കൂടെയുണ്ട് ഫാത്തിമ. ഫാത്തിമ ഉപ്പാനോട് ചോദിച്ച ചോദ്യം, ഉപ്പ നിങ്ങൾ പോയാ ഞാൻ ആരാ? ഉപ്പ, എന്റെ ഉമ്മ പോയി. ഉപ്പ നിങ്ങളും പോയാ എനിക്ക് ആരാ ഉള്ളേ? ഞാൻ ഒറ്റയ്ക്കായി പോകില്ലേ? അങ്ങനെ സങ്കടപ്പെടുമ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ ആദ്യം മരിക്കുന്നത് നീയാ. ഒരൊറ്റ ചിരിയ സഹോദര. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയോട് നബിതങ്ങൾ പറഞ്ഞു, നീ മരിക്കും. എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരണപ്പെടുന്നത് നീയാണ് ഫാത്തിമ. നബിതങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ഫാത്തിമ ചിരിക്കുകയാണ്. മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച പെണ്ണാണ് ഫാത്തിമ. മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു പേടിയുമില്ലാതെ ചിരിച്ചവളാ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ധൈര്യമുണ്ടോ മോളെ? നിരന്നിരിക്കുന്ന ആണുങ്ങളോട് ചോദിക്കുകയാ, മരണം പറഞ്ഞാ ചിരിക്കാ ധൈര്യമുണ്ടോ? മരണം പറഞ്ഞാ ചിരിക്കാ ധൈര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, പേടിയാടോ? ഇപ്പോഴെവിടെ വെച്ച് വേണമെങ്കിലും മരണം കടന്നു വരുമല്ലോ. ഈ വാക്ക് പറയുന്ന ഞാന് നാളെ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിനുണ്ടാകുമെന്ന് പറയാൻ കഴിയുമോ സഹോദരാ? എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. ഈ പായിപ്പാട് പള്ളിയുടെ ചാരത്തിരിക്കുന്നവരോട് പറയുകയാ, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. സ്വർഗമല്ല ചോദിക്കുന്നത്, നരകമോചനമല്ല ചോദിക്കുന്നത്, സമ്പത്തല്ല ചോദിക്കുന്നത്. ഈ പള്ളിയുടെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരുമ്പോ അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? ഞാനിവിടെ നിൽക്കുമ്പോ ഒരു ചെറിയ കുഞ്ഞിന്റെ കയ്യിൽ ഒരു കെട്ട് കണ്ടോ? ഒരു 5 വയസ്സുള്ള ഒരു ചെറിയ മകളുടെ കയ്യിൽ ഒരു കെട്ട് കണ്ടോ? ഉമ്മയുമുണ്ട്, ആ കുട്ടിയുമുണ്ട്, ഒരു സഹോദരനുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, മജ്ജ മാറ്റി വെക്കാ പറഞ്ഞിരിക്കുകയാ. ലക്ഷക്കണക്കിന് രൂപ വേണം ഉസ്താദേ. ഇന്ന് പായിപ്പാട് പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് ആ മിമ്പറിന്റെ ചാരത്തൊരു പൊന്നുമോള് നിൽക്കുന്നത് കണ്ട് കാണാനെന്ത് സൗന്ദര്യമെന്നറിയോ? ആ പൊന്നുമോളുടെ മുഖത്ത് എന്തൊരു സൗന്ദര്യമാ, എന്തൊരു ഭംഗിയാ. ആ കുട്ടി അവിടെ തന്നെ നിൽക്കുകയാണ്. ബോധുന്ന മിമ്പറും പിടിച്ചിട്ട് ആ പൊന്നുമോള് നിന്നപ്പോ അടുത്ത് നിന്നപ്പോഴാ പറയുന്നത്, ഉസ്താദേ, നടക്കാൻ പറ്റില്ല ഉസ്താദേ, എന്റെ പൊന്നുമോക്ക് നടക്കാൻ പറ്റില്ല. എടോ, ഇതുപോലെ എത്ര പേരെ കാണുന്നവരാണ്. ഇന്ന് സംഘാടകർ ബക്കറ്റുമായിട്ട് മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയോ? അല്ലാഹ്,
ഇതുപോലെ പള്ളിയുടെ മുമ്പിൽ വെള്ളിയാഴ്ച വന്നിരുന്ന് യാചിക്കേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാൻ എനിക്ക് വയ്യ പടച്ചവര്. അങ്ങനെ ഒരു ഗതി വരുത്തല്ല തമ്പുരാന്. വാട്സപ്പിലും ഫേസ്ബുക്കിലും കാണുന്നവരല്ലേ സഹോദരാ. പടച്ചവനെ രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ വീഡിയോ എടുക്കുകയാണ്. രോഗം പിടിച്ചു കിടക്കുന്ന ഭർത്താവ്, രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പ, ആ രോഗികളുടെ ചാരത്ത് നിന്നിട്ടും മക്കള് കരയുകയാ. എന്റെ ഉപ്പാനെ സഹായിക്കണേ, എന്റെ ഉപ്പാനെ സഹായിക്കണേ. ഒന്ന് ഷെയർ ചെയ്യണേ മോനെ. നിനക്കും വീടുണ്ടല്ലോ, അന്ന് വിചാരിച്ച അങ്ങനെ ഒരു വീഡിയോ നിന്റെ വീടിനകത്ത് എടുക്കാമല്ലോ. ഈ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് പിരിവെടുക്കുന്നവരെ കണ്ടിട്ടില്ല. ഇന്ന് ബക്കറ്റ് നിന്റെ മുമ്പിൽ വരികയാ. അല്ലാഹുവോട് പറയണം, അല്ലാഹുവോട് പറയണം, പടച്ചവനെ മരിക്കുന്ന കാലം വരെ എന്റെ കൈ ഒരാളുടെ മുമ്പിലും നീട്ടേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ടെടുക്കണോ. എന്തേ സഹോദരാ നമുക്ക് സംഭവിച്ചത്? പടച്ചവനെ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വരുമ്പോ അല്ലാഹുവേ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടാൻ മടിയില്ലാത്തവര് എന്തേ വന്നിട്ട് ഇങ്ങനെ ഒരു നല്ല അവസരം തന്നിട്ട് ഇടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാ? അതുകൊണ്ട് ഒരാളും ഇന്നിവിടെ ഇരുന്ന് മിണ്ടാതെ ഇരിക്കരുത്. എല്ലാവരും അവരുടെ പോക്കറ്റിലേക്ക് കൈയിട്. അല്ല തന്നതിൽ നിന്നൊരു വിഹിതമെടുക്ക്. ഒരു നല്ല സദഖ കിടക്കണോ. മനസ്സറിഞ്ഞിട്ട് പറയടോ. വടി പോലെ നടക്കുന്ന നിന്നെ ഒറ്റ കടപ്പിൽ കടത്താൻ അല്ലാഹുവിന് കഴിയുമല്ലോ. അങ്ങനെ നടന്ന പലരും പള്ളിപ്പറമ്പിലെത്തിയില്ല, പലരും കടന്നു പോയില്ല. ഒരു രോഗവുമില്ലാത്തവർ വീണ് മരിച്ചു പോയില്ല.